ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് വിശദമായിട്ടുള്ളതെന്ന് നോക്കാം. എ ടെലഫോണിക് കോൺവെർസേഷൻ. നമ്മൾ എല്ലാ ദിവസവും കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോൺ വിളിക്കുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മാർക്ക് ട്വെയിൻ ഒരു 20ാമത്തെ അല്ലെങ്കിൽ 19ാമത്തെ നൂറ്റാണ്ടിൽ എഴുതി വെച്ച ഒരു കഥയാണിത്. അതായത് ടെലഫോൺ ആദ്യമായിട്ട് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ മനുഷ്യനിൽ ഉണ്ടായി, ഒരു ടെലഫോൺ കോൺവെർസേഷനിൽ എന്തൊക്കെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്നത്, എന്തിനെ പറ്റിയിട്ടാണ് മാർക്ക് ട്വെയിൻ എന്ന പ്രശസ്തനായ കഥാകൃത്ത് എഴുതുന്നത്. ദ ഷോർട്ട് സ്റ്റോറി വാസ് പബ്ലിഷ്ഡ് ഇൻ 1878. നിങ്ങൾ ആലോചിച്ച്, ഒരു 150 വർഷത്തിന് മുന്നേ എഴുതിയ കഥയായിരിക്കാം. ചിലപ്പോൾ ഒരു 100 വർഷം എടുത്താൽ പോലും എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും. 2000-ലുള്ളത് പോലെയാണോ 2020-ല്, 2020-ലുള്ളത് പോലെയാണോ 2024? അല്ല. അപ്പൊ അത്രയും പഴയ ഒരു കഥയാണ് നമുക്കിത് കാണാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? So, Mark Twain എന്ന ആള് he humorously explores the early days of telephone technology. ടെലഫോൺ എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തു കണ്ടുപിടിച്ച ആദ്യ ദിനങ്ങളിൽ നാട്ടുകാർ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, എങ്ങനെയൊക്കെയാണ് ഇതുമായിട്ട് ബിഹേവ് ചെയ്തത് എന്നുള്ളത് രസകരമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മാർക്ക് ട്വെയിൻ എന്നുള്ളത്. ഇപ്പൊ നമുക്കെല്ലാം കോമൺ ആണ് ടെലഫോൺ എന്ന് പറയുന്നത്, പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഒരാളിങ്ങനെ നമ്പർ കറക്കുന്നു, ഇത് എടുക്കുന്നു, വേറെ എവിടേക്കോ എന്തൊക്കെയോ പോകുന്നു, ഇത് എന്താ പോകുന്നത് ഒന്നും വല്ല അറിയില്ല, എന്നിട്ട് വേറെ ആരൊക്കെയോ എടുക്കുന്നു, അത് പിന്നെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. സോ അങ്ങനെ വളരെ വലിയൊരു കാലഘട്ടം നമുക്ക് പിന്നിൽ കിടപ്പുണ്ട്. അതിനെക്കുറിച്ചാണ് മാർക്ക് ട്വെയിൻ എഴുതുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇമാജിൻ ചെയ്ത് നോക്കാം. നോക്കൂ, ദ സ്റ്റോറി പ്രസന്റ്സ് എ കോമിക്കൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ക്യാരക്ടേഴ്സ്. രണ്ടുപേര് ഫോൺ വിളിക്കുന്നതിലെ രസകരമായ സന്ദർഭങ്ങളെയാണ് മാർക്ക് ട്വെയിൻ പറയുന്നത്. ആരൊക്കെയാ ഫോൺ വിളിക്കുന്നതെന്ന് നോക്കാം. ദ റൈറ്റർ ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സിറ്റി, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ചാലഞ്ചസ് that new technologies can introduce into everyday life. ഒരു ന്യൂ ടെക്നോളജി മുന്നിലേക്ക് വരികയെന്നിരിക്കട്ടെ, അത് എന്തൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ വരുമല്ലോ, അതുപോലെ ചാലഞ്ചസ് വരും, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം മൊബൈലോ ലാപ്ടോപ്പോ അറിയാത്ത ഒരാളുടെ കയ്യിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും, അത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എങ്ങനെ വന്നു ചേരും? അത് പ്രധാനമായിട്ട് എപ്പോ വരും? ഒരു ടെക്നോളജി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വന്നിരിക്കാം. എന്തിനെ ബാധിക്കും? എവ്രിഡേ ലൈഫിനെ, സാധാരണക്കാരന്റെ ദിവസമുള്ള ഒരു പ്രക്രിയനെ ബാധിച്ചേക്കാം. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഈ എന്താണ് ന്യൂ ടെക്നോളജി എന്ന് പറയുന്നത്? 1900-കളിൽ കണ്ടുപിടിച്ച ടെലഫോൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് മാർക്ക് ട്വെയിൻ എഴുതുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ആക്ച്വലി ഉണ്ടായ ഒരു കഥയാണ് അദ്ദേഹം എഴുതുന്നത്. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് എ ടെലഫോൺ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് വിച്ച് ഈസ്, അതിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത്. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് മാർക്ക് ട്വെയിന്റെ വൈഫാണ്. പിന്നീട് പറയുന്ന അവർ വിളിക്കുന്ന അവരുടെ കൂട്ടുകാരിയാണ്. ഹൂ സ്ട്രഗിൾസ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഡ്യൂ ടു പുവർ ക്വാളിറ്റി ഓഫ് ദ കണക്ഷൻ. ഒന്നാമത് ഇതിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ക്വാളിറ്റി ഉള്ള കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, വയറിൽ കൂടെ ആയിരിക്കും ഇത് പോവുക. ഇന്നൊക്കെയല്ലേ 4G 5G എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് സുഹൃത്തുക്കള്, മാർക്ക് ട്വെയിന്റെ വൈഫും അതുപോലെ കൂട്ടുകാരിയും ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വന്നിരിക്കാം, അതിനെയൊക്കെ രസകരമായിട്ടാണ് മാർക്ക് ട്വെയിൻ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നൗ ദ സ്റ്റോറി ഈസ് എ സറ്റയർ. ആക്ഷേപഹാസ്യം എന്ന് പറയും, നമ്മൾ ഇത്തിരി കളിയാക്കുകയാണ്. ഓൺ ടെക്നോളജി ആൻഡ് മോക്സ് ദ ഏർലി ടെലഫോൺസ് ലിമിറ്റേഷൻസ്. ആ ടെലഫോണിക് കമ്മ്യൂണിക്കേഷനിലെയും അതുപോലെ ടെലഫോൺ എന്ന് പറയുന്ന ഒരു ന്യൂ ടെക്നോളജിയും കുറച്ച് കളിയാക്കിക്കൊണ്ടാണ് മാർക്ക് ട്വെയിൻ ഇവിടെ ഈ കഥ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കാം. The narrator listens to his wife sitting near to him speaking on telephone. എങ്ങനെ ഈ കഥ തുടങ്ങുന്നത്? ഭാര്യ വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരാളെ ഫോൺ വിളിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇദ്ദേഹം വിളിച്ചു കൊടുക്കുകയാണ്. അതായത് ഇന്നത്തെ പോലെ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അയാളേക്കല്ല പോകുന്നത്. ഒരു നടുവിലൊരു സെൻട്രൽ ഓപ്പറേഷൻ ഉണ്ടായിരിക്കും, നമ്മൾ വിളിക്കും, ഈ സെൻട്രൽ ഓപ്പറേഷനിലെ പോലെ ഇതിലേക്ക് പോവും, അവര് ഫോൺ എടുക്കും, എന്നിട്ട് അവരോട് നമ്മൾ പറയും ഇന്ന ആളെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവര് ഈ വിളിക്കേണ്ട ആളുടെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ പോവില്ല, ഇവിടെ വന്ന് ഇവിടുന്നേ പോവുള്ളൂ. അപ്പോ മാർക്ക് ട്വെയിൻ ആണ് വിളിച്ചു കൊടുക്കുന്നത് ഇവരുടെ. Now, she asked him to call Miss Bagley. അദ്ദേഹത്തിന്റെ കൂട്ടുകാരിയാണ്, ഈ വൈഫിന്റെ കൂട്ടുകാരിയാണ്. മിസ്സസ് ബാഗ്ലിനെ വിളിക്കാൻ പറയും. ആൻഡ് ഇത് പോകുന്നത് സെൻട്രൽ ഓഫീസിലേക്കാണ്, ഡയറക്റ്റ് ആയിട്ട് ബാഗ്ലിയുടെ വീട്ടിലേക്കൊന്നും അല്ല പോകുന്നത്, സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഇവര് ചോദിക്കും നിങ്ങൾ എന്തിനാ ആരെയാ സംസാരിക്കണേന്ന് പറയുമ്പോൾ ഈ മാർക്ക് ട്വെയിന്റെ വൈഫ് വിചാരിക്കും എന്നെ കളിയാക്കുന്ന പോലെ എന്നൊക്കെ വിചാരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, ഓർമ്മയുണ്ടായിരിക്കും. അപ്പൊ എന്നിട്ട് പിന്നീട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ കഥ മുഴുവൻ തുടങ്ങുന്നത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, ലേഡി ടേക്സ് ദ കോൾ ആൻഡ് ഹിസ് വൈഫ് സ്റ്റാർട്ട്സ് ടോക്കിംഗ്. അപ്പൊ ഇവരുടെ ഫ്രണ്ടിനെ കണക്ട് ചെയ്ത് കിട്ടി, ഫ്രണ്ടുമായിട്ടുള്ള സംസാരം തുടങ്ങി. He hears what is spoken by his wife. ഇതാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ പ്രശ്നം.
ഈ ടെലിഫോൺ കോൺവെർസേഷനിൽ എന്താ, അവിടെ ഇരിക്കുന്ന ആള് പറയുന്നത് എന്തായാലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഒന്നാമത് പുവർ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു, രണ്ടാമത് ഇദ്ദേഹത്തിന്റെ വൈഫ് കേൾക്കുന്നതിന്റെ റിയാക്ഷൻ മാത്രമേ ഇദ്ദേഹം കേൾക്കുന്നുള്ളൂ. അപ്പൊ വൈഫിനോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വൈഫിൽ ഇവിടെ ഇരുന്നിട്ട് അയ്യോ അവോ എന്ന് പറയുന്നത് മാത്രമേ മാർക്ക് ട്വെയിൻ കേൾക്കുള്ളൂ, കൂട്ടുകാരി പറഞ്ഞത് കേൾക്കില്ല. അപ്പൊ എന്തായാലും മിസ്കമ്മ്യൂണിക്കേഷൻ വരും, അതിൽ നിന്നും ഹ്യൂമർ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹി ലിസൺസ് ടു ഡെഡ് സൈലൻസ്, ഡെഡ് സോറോസ്, ഗ്ലാഡ് സർപ്രൈസസ്. പെട്ടെന്ന് ഇവർ പറയും അയ്യോ എന്ന് പറയുമ്പോ മാർക്ക് ട്വെയിൻ വിചാരിക്കും ആരെങ്കിലും മരിച്ചതാണ്. അതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇവര് നേരത്തെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റോറിയിൽ ബ്ലൗസ് വെട്ടിയത് ശരിയാവാണ്ടോ ക്ലോത്ത് ചെയ്തത് ശരിയാവാണ്ടോ ആയിരിക്കും ഇവർ ഇത്രയും എക്സ്പ്രഷൻ ഇടുന്നത്. ഈ ഒരു അയ്യോ ആവോ എന്ന് വിളി കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ വിചാരിക്കുക, ആരോ മരിച്ചു പോയി എന്നൊക്കെ ആയിരിക്കും. അപ്പൊ മാർക്ക് ട്വെയിൻ പറയാണ്, എന്തിനാണ് ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി ഇത്രയും വലിയ എക്സ്പ്രഷൻ ഇട്ട് നിങ്ങൾ മരിക്കുന്നത്, സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ പോരെ. അതൊന്നും പറ്റില്ല. ഹി ഈസ് അൺഏബിൾ ടു മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് എനിത്തിങ്. നമ്മളെ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, വാലും തലയും മനസ്സിലാവുന്നില്ല എന്ന്. അത് തന്നെയാണ് അതിന്റെ ഇംഗ്ലീഷാണത്. മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് എനിത്തിങ്. ഒന്നും മനസ്സിലാവുന്ന ഇയാൾക്ക്. എന്തിനാണ് ഇവർ ചിരിക്കുന്നത്, എന്തിനാണ് ഇവർ കരയുന്നത്, എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവിടുന്ന് എന്തോ പറയുന്നു, അതിന്റെ റിയാക്ഷൻ മാത്രമാണ് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാർക്ക് ട്വെയിൻ ഇങ്ങനെ ആലോചിക്കും, ഇവരിപ്പോ എന്തിനിങ്ങനെ പറയുന്നത്, എന്തിനാ തൊള്ളയിട്ടത്, എന്തിനാ ചിരിച്ചത്, ഒന്നും മനസ്സിലാവുന്നില്ല. Now she talks about cloth, music, candy and cooking. അപ്പൊ ഇവരെന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റിന്റെ കാര്യമോ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയ കാര്യമോ, ക്ലോത്തിന്റെ കാര്യമോ, പള്ളിയിൽ കൊയർ പാടിയതിന്റെ കാര്യമൊക്കെയാണ് ഇവർ പറയുന്നത്. അതിനാണ് ഇത്രയും എക്സ്പ്രഷൻ ഇടുന്നത്. മാർക്ക് ട്വെയിൻ എന്താ കേൾക്കുന്നത്? ഓ എന്ന് പറയുമ്പോൾ ഇയാൾ വിചാരിക്കുക എന്തോ പാമ്പ് കടിക്കാൻ വന്നതാണ്. അതൊന്നും അല്ല കാര്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് ഇത്രയും വലിയ റിയാക്ഷൻ ഇടുമ്പോൾ മാർക്ക് ട്വെയിൻ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഇവർ പറയുന്നത് മനസ്സിലാവുന്നില്ല. Now errors or technical issues do arise. നമ്മുടെ മാർക്ക് ട്വെയിൻ പറയാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എററുകൾ ഉണ്ടാവും, അതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതായത് പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. ഒന്നാമത്തേത് ഈ കണക്ഷൻ ശരിയല്ല. നൗ നോയ്സ് മെയ്ഡ് ബൈ ചിൽഡ്രൻ. ഇവരുടെ കുട്ടികൾ അതിന്റെ ഇടയിൽ വന്നിട്ട് കുറെ കലവില ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇവർ പറയും ബോ പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കാട്ടി വിടുന്നുണ്ട്. കാരണം അവര് പറയുന്നതേ കേൾക്കുന്നില്ല. അതിന്റെ ഇടയിൽ നിന്ന് ഇവരും കൂടെ ശബ്ദം ഉണ്ടാക്കിയ വല്ലതും കേൾക്കും. അപ്പൊ അതും ഒരു പ്രശ്നമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓ വോയിസ് ഇൻട്രൻസസ്, കലബില എന്ന് നമ്മളെ ഇടയിൽ വിളിക്കുമ്പോൾ കേൾക്കാറില്ലേ, അതും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടക്കുന്നത്. അത് തന്നെ ആകെ മടുപ്പിച്ചിട്ടാണ് ഇത് മൊത്തം നടക്കുന്നത്. ദി കോൺവെർസേഷൻ ഇൻക്ലൂഡ്സ് എക്സ്പ്രഷൻസ് ഓഫ് സർപ്രൈസസ് ആൻഡ് കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ക്യാൻഡി അല്ലെങ്കിൽ മിഠായി കിട്ടിയതിനെ പറ്റിയിട്ടായിരിക്കും അവര് പറയുന്നുണ്ടായിരിക്കും മിഠായിയുടെ കാര്യം. ഇവര് അവിടുന്ന് മിഠായി കിട്ടിയോ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ മിഠായി എന്താണെന്നോ പറയുന്നത് എന്തിനാണെന്നോ മാർക്ക് ട്വെയിന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ കൺഫ്യൂഷനെ പറ്റി പറയുന്നുണ്ടായിരിക്കും ഓരോ കാര്യങ്ങളിൽ. അപ്പോൾ ഈ കാര്യം മനസ്സിലാവുന്നില്ല. എക്സ്പ്രഷൻ ആയിട്ടുള്ള വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. റിഫ്ലക്ടിങ് ദ ലിസണേഴ്സ് സ്ട്രഗിൾ ടു ഫോളോ ദ കോൺവെർസേഷൻ. എന്തുണ്ടാവുന്നു എന്ന് ഈ ലിസണർ ആയിട്ടുള്ള മാർക്ക് ട്വെയിന് മനസ്സിലാവുന്നില്ല. കുറെ കേൾക്കുന്നുണ്ട്, കുറെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയാ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ അത്ഭുതം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ മനസ്സിലാവുന്നില്ല ഇത്. The story ends with a comment on the physical effort of holding the telephone, showing the practical challenges of early telephone use. ഇന്ന് നമുക്ക് ഈ ഫോണൊന്നും കയ്യിലെടുത്ത് നടക്കണ്ട, ഒരു ഹെഡ്ഫോണും വെച്ച് നടന്നു പോയാൽ മതി. പക്ഷെ അന്നോ ഈ ഫോൺ അത്രയും നേരം നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പ്രശ്നം? ഫിസിക്കൽ എഫേർട്ട് വരും. 1 മണിക്കൂറൊക്കെ സംസാരിക്കണമെങ്കിൽ 1 മണിക്കൂർ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം വേണ്ടേ? നോ, പ്രാക്ടിക്കൽ ചലഞ്ചാണത്. നമുക്ക് എത്ര നേരം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ അതൊരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് മാർക്ക് ട്വെയിൻ പറയുന്നുണ്ട്. പക്ഷേ അതിലും രസകരമായിട്ട് എന്താണ് മാർക്ക് ട്വെയിൻ പറയുന്നത്? ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്റെ ഭാര്യ ഇത്ര നേരം സംസാരിക്കുന്നുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഇതൊക്കെയായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. വൈഫ് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നൗ ദ സ്റ്റോറി ഹൈലൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ചാലഞ്ചസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാവണം, അതായത് കൃത്യമായ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം, ടെക്നോളജി അതിനെ എങ്ങനെ കൊണ്ടുപോകണം, അതുപോലെ എന്തൊക്കെ എഫക്റ്റീവ് ചാലഞ്ചസ് വരാം, അല്ലെങ്കിൽ ചാലഞ്ചസ് എന്തൊക്കെ ഈ ഫോൺ കോളിൽ വരാം, ന്യൂ ടെക്നോളജി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് മാർക്ക് ട്വെയിൻ പറയുന്ന ഈ കഥയിലുള്ള ഒരു സമ്മറി. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓൾഡ് ടെക്നോളജിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നൗ ഇറ്റ് ഓൾസോ ടെൽസ് ഹ്യൂമൻ നേച്ചർ. എന്തുകൊണ്ടാണ് ഹ്യൂമൻ നേച്ചറിൽ ഇതിൽ പ്രശ്നം വരുന്നത്? മനുഷ്യന് ഒരു സ്വഭാവമുണ്ട്. അത് ഏത് മനുഷ്യനാണെങ്കിലും ആ സ്വഭാവം വരും. ദേഷ്യമാണെങ്കിൽ എല്ലാ മനുഷ്യനും ദേഷ്യപ്പെടും, കരച്ചിലാണെങ്കിൽ എല്ലാ മനുഷ്യനും കരയും, ചിരിക്കലാണെങ്കിൽ എല്ലാ മനുഷ്യനും ചിരിക്കും. അത് വേര് ചെയ്യുന്നു മാത്രം.
It also tells human nature and exposes the frustration and impatience that arises from imperfect communication. നമ്മൾ കാര്യമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വരും ഫ്രസ്ട്രേഷൻ. എന്തുകൊണ്ട്? arises from imperfect. ഞാൻ 1 മണിക്കൂറായി ഫോൺ വിളിക്കാനിരിക്കുന്നു, എന്നിട്ടും ഇത് കൃത്യമായിട്ടൊന്നും കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും, ഇംപേഷ്യന്റ് ആവും, നമ്മുടെ ക്ഷമയൊക്കെ നശിക്കും. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതൊക്കെ സഹിച്ച് എൻ്റെ ഭാര്യ ഇരുന്ന് വർത്താനം പറയുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഫോൺ വെക്കുമ്പോൾ അവരുടെ ഭാര്യ പറയുന്നുണ്ട്, എത്ര നേരം ഈ ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കണം, ഇതെന്താ ക്ലിയർ ആയിട്ടൊന്നും കേൾക്കാത്തത്, നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള ഗുണമൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്താ ഇതിന് കാരണം? ഹ്യൂമൻ നേച്ചർ ആണ് അങ്ങനെ പറയാനുള്ളത്. ഡിസ്റ്റർബ്ഡ് ആയി പോകും. നമ്മൾ വിചാരിച്ച കാര്യം വിചാരിച്ച തരത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവും, അതുപോലെ ഫ്രസ്ട്രേഷൻ വരും. നൗ ഇതാണ് ഇതിന്റെ സമ്മറി എന്ന് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ നേച്ചർ, എന്താണ് ഓൾഡ് ടെക്നോളജി നമ്മളിലേക്ക് മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ട്വെയിൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്.